ആട്ടുകല്ലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മച്ച ഗൾഫിൽ പോയി അറബിയുടെ കൂടെ നടന്നെത്തിരി കിട്ടിക്കഴിഞ്ഞപ്പോ അതൊക്കെ മാറി. ഇന്ന് ഏത് വീട്ടിലാണ് ആട്ടുകല്ലുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. വന്ന വഴി ഒരിക്കലും മറക്കരുതെന്ന ഈ ഹദീസ് പഠിപ്പിക്കണം. നമ്മൾ വളർന്നു വന്നത് ഒരിക്കലും മറന്നു പോകല്ല. പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നിത്തിരി പണം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് മിക്സിയായി, ഗ്രൈൻഡറായി. ഇപ്പൊ ആട്ടുകല്ല് വീട്ടിലൊന്നും കാണാൻ പോലും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് വേണോ? പറമ്പിൽ എവിടെയോ കിടക്കുന്നുണ്ട്, എടുത്ത് തലയിൽ വെച്ച് വീടിനകത്ത് കയറ്റിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ കറിച്ചട്ടിയുണ്ടെങ്കിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അവന്റെ സമ്പത്തിലും അവന്റെ കുടുംബത്തിലും അവന്റെ മക്കളിലും അവന്റെ ഭാര്യയിലും അവന്റെ വീട്ടിലും അള്ളാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കറിച്ചട്ടി, മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി, അതിന്ന് കച്ചവടക്കാര് പോലും വിൽക്കുന്ന കാണാനില്ല. കാരണം ഗ്യാസ് വന്നപ്പോ പിന്നെ ചട്ടിയും കരവൊക്കെ പോയല്ലോ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ താത്താമാര് പറയും, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാം ഉസ്താദെ, ഇതിന്റെയൊക്കെ പാട് നമുക്കല്ലേ അറിയൂ. പെങ്ങളെ, വളർന്നു വന്ന കാലം ഒരിക്കലും മറന്നു പോകരുത്. ഈ 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ അവൻ നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഖുർആൻ ഓതാതെ ഉറങ്ങാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, ഖുർആൻ ഒരു യാസീനെങ്കിലും ഓതാതെ ഞാൻ ഉറങ്ങില്ലെന്ന് നിയത്ത് ചെയ്ത ഏതെങ്കിലും ഒരു പെങ്ങൾ ഈ വീരന്റെ ബാലിന്റെ സദസ്സിലുണ്ടെങ്കിൽ, എന്റെ പൊന്നുമോളെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമുണ്ട്. മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി മരണത്തോട് മല്ലരിച്ച് കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ തന്റെ കൂടപ്പുറപ്പ് അഹ്മദ് എന്ന സഹോദരനെ വിളിക്കുകയാ. തന്റെ സഹോദരനെ വിളിച്ചിട്ട് പറയുകയാ, കമ്പോളത്തിൽ പോയി എന്റെ കഫൻ തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ, എന്റെ കഫൻ തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കൂടപ്പുറപ്പിനെ പങ്കോളത്തിലേക്ക് പറഞ്ഞു വിടുകയാ. കമ്പോളത്തിൽ പോയി കഫൻ തുണി മേടിച്ചു കൊണ്ടുവരുമ്പോ കഫൻ തുണി മേടിച്ചു കൊണ്ടുവരികയാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി കുളിച്ച് ഒന്നുവെടുത്തിട്ട് വൃത്തിയായി കിടക്കുകയാ. കഫൻ തുണി കൊണ്ടു കൊടുക്കുമ്പോ ആ കഫൻ തുണി സ്വന്തമായി ധരിക്കുകയാണ്. ആ കഫൻ തുണി സ്വന്തമായി ധരിക്കുകയാ. എന്നിട്ട് തന്റെ കൂടപ്പുറപ്പിനോട് പറയുകയാ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമോ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമോ. എന്റെ വീടിനകത്തേക്ക് വിരുന്നുകാരെ കടന്നു വരികയാ. മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി ഉണ്ടല്ലോ, തന്റെ കൂടപ്പുറപ്പിനെ വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. സഹോദരൻ വെളിയിൽ പോയിട്ട് കുറച്ചു നേരം നോക്കിയിട്ട് അനക്കമില്ല. വീടിന്റെ വാതിൽ തുറന്നകത്തേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വഫാത്തായി കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതാൻ നിന്നെ കൊണ്ട് മനസ്സുണ്ടോ ചെറുപ്പക്കാരാ? ഒരു ദിവസം നിന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്ത് കിടത്തിയിട്ട് മുഖത്തിന്റെ മുകളിൽ തുണിയെടുത്തിടുമല്ലോ. വെള്ളത്തുണിയിൽ പുതച്ച് നിന്റെ വീടിനകത്ത് നിന്റെ മൃതശരീരം ഇട്ടിരിക്കുമ്പോ ഈ നാട്ടുകാര് മുഴുവനും വരിവരിയായി നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുമല്ലോ. മരിച്ചെന്ന് പിതാജ് മരിച്ചെന്ന് കേൾക്കുമ്പോ, നിങ്ങൾ മരിച്ചെന്ന് പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുമ്പോ കാണാ നിന്റെ വീടിനകത്തേക്ക് കയറി വന്നിട്ട് നിന്റെ മുഖത്ത് പുതച്ചിട്ടിരിക്കുന്ന തുണി ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് എന്റെ പൊന്നുപോലെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ നിനക്ക് ഭാഗ്യം വേണ്ടേ ചെറുപ്പക്കാരാ?
വീടിനകത്ത് ചിരിച്ചുകൊണ്ട് കിടക്കണ്ടേ ചെറുപ്പക്കാരാ? മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിച്ചുകൊണ്ട് അള്ളാന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനോട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞ മുടങ്ങാതെ ഒരു സൂറത്തെങ്കിലും ഓതാൻ എന്നെ കൊണ്ട് സാധിച്ച ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് എന്റെ പൊന്നുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സ്വർഗത്തിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നിനക്ക് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, അള്ളാന്റെ ഖുർആനോടുന്നവന് നല്ല മരണം കിട്ടും. അവന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ, അവന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, മക്കളെ പഠിപ്പിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരാണല്ലോ. MBBS സീറ്റ് കിട്ടാൻ, +1 സീറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് സീറ്റ് കിട്ടാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ ചെലവഴിക്കുന്ന 1 രൂപയ്ക്ക് പോലും നാളെ പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പക്ഷേ മദ്രസയിൽ പഠിക്കുന്ന നിന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ പൊന്നുപോലും ഒരു പെൻസിൽ വാങ്ങിക്കൊടുത്ത, അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു പൊന്നുമകന് ഒരു കിതാബ് വാങ്ങിച്ചു കൊടുത്താ നിനക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട്. അള്ളാന്റെ റസൂല് പറയുകയാ, ഇൽമു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അള്ളാന്റെ റസൂല് പറയുന്നു, ആരെങ്കിലും 1 രൂപ ചെലവഴിച്ചാ ഇൽമു പഠിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി മദ്രസയിൽ പഠിക്കുന്ന പൊന്നുമോരൊരു കിതാബ് വാങ്ങിക്കൊടുത്ത, ഒരു പേന വാങ്ങിക്കൊടുത്ത, ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊടുത്ത, ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്ത കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. യാ സ്വഹാബാ, അവന്റെ ശരീരം നരകത്തിന് ഹറാമാ. നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ 1 രൂപ എന്നാണ് നിങ്ങൾ ചെലവഴിച്ച നരകത്തിൽ നിന്റെ ശരീരം കൊണ്ട് ഇട്ടുകഴിഞ്ഞ നരകം പറയുമല്ല, ഇവരുടെ ശരീരത്തിൽ ഞാൻ തൊടുന്ന റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 1 രൂപ ചെലവഴിച്ചാൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലമാ. 2ാമത്തെ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ അർശുണ്ടല്ലോ, പടച്ചവന്റെ അർശും അതിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സർവ്വ മലക്കുകളും ഖിയാമത്ത് നാൾ വരെ നിനക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. മക്കളെ കോളേജിലും ഡിഗ്രിക്കൊക്കെ വിടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കും, ഒരു പ്രയോജനമില്ല. പക്ഷേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന നിന്റെ മോന് നീ ഒരു പേന മേടിച്ചു കൊടുത്ത, ഒരു കിതാബ് വാങ്ങിച്ചു കൊടുത്ത, 1 രൂപ ചെലവഴിച്ച നിന്റെ ശരീരം നരകത്തിന് ഹറാമ. സർവ്വ മലക്കുകളും നിനക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടിലും പരിസര സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സഹോദരന്മാർ തന്റെ മക്കളെ ഖുർആൻ പഠിക്കാൻ വിട്ടിട്ടുണ്ട്, ഹാഫിളീങ്ങളാക്കാൻ. അല്ലാഹു അവരുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കുമാറാകട്ടെ, ആലിമീങ്ങളാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം വിളിക്കുന്ന 3ാമത്തെ വിഭാഗം ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ ഓതുന്നവരാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ വിഭാഗം, സ്വർഗം വിളിക്കുന്ന 4ാമത്തെ വിഭാഗം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ, ആരുടെയെങ്കിലും കണ്ണ് നിറയുമ്പോൾ ആ കണ്ണുനീരൊപ്പുന്നവനെ നാളെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാരുണ്യം, ഈ പ്രവർത്തനം, ഈ സംഘടനയുടെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമായി, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. നിങ്ങളെ പടച്ചവന്റെ സ്വർഗം മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശക്കുന്നവർ, മരുന്നില്ലാത്തവർ, വീട് വല്ലാത്തവർ, കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പെൺകുട്ടികൾക്ക് 10 പവന്റെ സ്വർണം കൊടുക്കുന്നു. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ ധനസഹായങ്ങൾ നടത്തുന്നു. നിങ്ങൾക്കുള്ള പ്രതിഫലം, നിങ്ങൾ മരിക്കുമ്പോ സ്വർഗം കണ്ടേ മരിക്കൂ. നിങ്ങൾ മരിക്കുമ്പോ സ്വർഗം കണ്ടേ മരിക്കൂ. നിങ്ങളെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പാപങ്ങളെ സഹായിക്കണം. രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ വീടില്ലാത്തവര്, നിനക്ക് നല്ല വീടുണ്ട്. എത്രയോ പാവങ്ങൾ വീടില്ലാത്തവരുണ്ട്, യതീമീങ്ങളുണ്ട്. 10, 18, 20 വയസ്സായിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിയാതെ വീടിനകത്തിരുന്ന് കരയുന്ന എത്രയോ സഹോദരിമാരുണ്ട്.
നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സ്വർണം ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 50ഉം 60ഉം പവൻ സ്വർണം ഇട്ട് ലക്ഷങ്ങൾ നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ മക്കളെ കെട്ടിക്കുമ്പോൾ കേവലം ഒരു പവന്റെ 1 ഗ്രാമിന്റെ സ്വർണം പോലും ഇടാൻ കഴിയാതെ വീടിനകത്ത് കരയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവരുടെ കണ്ണീര് നിങ്ങൾ കാണണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ മുന്നിൽ ഇരിക്കാൻ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് പ്രവാചകൻ സഹാബത്തിനോട് പറയുകയാണ്, യാ സഹാബാ, അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട് സഹാബത്തെ, എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളത് പോയി എടുത്തു കൊണ്ടുവരണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ആ സഹാബിക്ക് ഒരു കൈയില്ല, 2 കാലുമില്ല. 2 കാലുമില്ലാത്ത, ഒരു കൈയുമില്ലാത്ത സഹാബിയാണ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയ തന്റെ വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഒരു സഹാബി തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടുകയാണ്. കയ്യിലെന്തോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീടിന്റെ മുന്നിലൂടെ ഓടുകയാണ്. ഇബ്നു ഉഖൈൽ തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടി പോകുന്ന സഹാബിയോട് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ ചിരിച്ചുകൊണ്ട് ഓടുന്നത്? മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ. ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടുന്ന ചെറുപ്പക്കാരനായ സഹാബിയോട്, 2 കാലുമില്ലാത്ത വിലകുലാകനായ സഹാബി ചോദിക്കുന്നു. അവിടെ ഒന്ന് പറയുന്നു, ഇബ്നു ഉഖൈലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സദഖ ചോദിച്ചിരിക്കുകയാ. പാവങ്ങളെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, യതീമീങ്ങളെ സഹായിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന് സദഖ ചോദിച്ചിരിക്കുകയാണ്. വീട്ടിലുള്ളതെടുത്ത് കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ. എന്റെ വീട്ടിലാണെങ്കിൽ ധനമില്ല, എന്റെ വീട്ടിലാണെങ്കിൽ ധനമില്ല, ആകെയുള്ളത് കുറച്ച് ഈച്ചപ്പഴമാണ്, ആകെയുള്ളത് കുറച്ച് ഈച്ചപ്പഴമാണ്. ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല നോക്കുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന സഹാബിയുടെ കയ്യിൽ കുറച്ച് കാരക്കയിരിക്കുകയാ. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അവിടെ നിന്ന് പറയുന്നു, ഇബ്നു ഉഖൈലേ, പ്രതിഫലമെന്തെന്നറിയുമോ? പ്രതിഫലമെന്തെന്നറിയുമോ? പാവപ്പെട്ടവനെ സഹായിക്കുന്നവനുള്ള പ്രതിഫലം സ്വർഗമാണ്. പാവപ്പെട്ടവനെ സഹായിക്കുന്നവനുള്ള പ്രതിഫലം സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗന്ധരാമെന്ന് പറഞ്ഞിരിക്കുകയാ. ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല നോക്കുമ്പോ വീട്ടിലുള്ള ഈന്തപ്പഴവും എടുത്തുകൊണ്ടൊരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. മഹാനായ ഇബ്നു ഉഖൈൽ തങ്ങൾ കരയാൻ തുടങ്ങി. ഇബ്നു ഉഖൈൽ തങ്ങൾ കരയാൻ തുടങ്ങി. അല്ലാഹുവേ, എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് കൊടുക്കാറൊന്നുമില്ലല്ലോ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇബ്നു ഉഖൈൽ തങ്ങളിരുന്ന് കരയുകയാ, ഇബ്നു ഉഖൈൽ തങ്ങളിരുന്ന് കരയുകയാ. അവസാനം വേച്ച് 2 കാലുമില്ലാത്ത ഇബ്നു ഉഖൈൽ എന്ന സഹാബിയുണ്ടല്ലോ, തന്റെ വീട്ടിൽ നിന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് ഇടഞ്ഞിടഞ്ഞ് നടന്നു പോവുകയാണ്. യഹൂദിയായ തന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ചോദിക്കുന്നു, മനുഷ്യ, എനിക്കെന്തെങ്കിലും ജോലി തരുമോ? എനിക്കെന്തെങ്കിലും ജോലി തരുമോ? ആ യഹൂദി ചോദിക്കുകയാ, കാലില്ലാത്ത കൈയില്ലാത്ത നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? നിനക്ക് 2 കാലില്ലല്ലോ, ഒരു കൈ നിനക്കില്ലല്ലോ, എന്ത് ജോലിയാ നീ ചെയ്യുന്നത്? നിന്നെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. മഹാനായ ഇബ്നു ഉഖൈൽ തങ്ങൾ പറയുകയാ, ഞാൻ വെള്ളം കോരി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടൊഴിക്കാം. ഞാൻ വെള്ളം കോരിയിട്ട് ആ വെള്ളം കൊണ്ടുവന്ന് ഈന്തപ്പഴത്തോട്ടങ്ങൾ മുഴുവനും ഞാൻ നനച്ചു തരാ. യഹൂദിയായ മനുഷ്യൻ ജോലി കൊടുക്കുമ്പോ മഹാനായ ഇബ്നു ഉഖൈൽ തങ്ങളുണ്ടല്ലോ, വെള്ളം കോരണ്ട പാത്രം എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് പോവുകയാ. ഇളറിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ,
രണ്ട് കാലുമില്ലാത്ത ആ കൈയില്ലാത്ത പാവപ്പെട്ട സഹാബിയുണ്ടല്ലോ, വെള്ളപ്പാത്രം എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു വന്നിട്ട് ഒരു കൈ കൊണ്ട് കയറും പെട്ടിയും വെള്ളത്തിലേക്ക് ഇടുകയാ. അതാ പാത്രം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുകയാ, ഒരു കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ വലിക്കുകയാ. രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ല, രണ്ടാമത് കയറിൽ പിടിക്കാൻ ഇടത് കൈയില്ല. ഇബ്നു ഉഖൈൽ എന്ന തങ്ങളുണ്ടല്ലോ, ഇബ്നു ഉഖൈൽ എന്ന സഹാബിയ കയറിങ്ങനെ വായിലേക്ക് ചേർത്ത് പിടിക്കുകയാ. തന്റെ വായിലേക്ക് കയറിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കടിച്ചു പിടിക്കുകയാ. എന്നിട്ട് രണ്ടാമതും കൈകൊണ്ട് വലിക്കുകയാ, പിന്നെയും കടിച്ചു പിടിക്കുകയാ. ഇതുപോലെ വെള്ളം കോരിയിട്ട് ആ വെള്ളം പാത്രത്തിലൊഴിച്ചിട്ട് അതാ എടുത്തുകൊണ്ട് ഇടഞ്ഞിടഞ്ഞ് അതാ ഭൂമിയിലൂടെ ഇടഞ്ഞിടഞ്ഞ് ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടൊഴിക്കുകയാ. ഇബ്നു ഉഖൈൽ എന്ന സഹാബിയുണ്ടല്ലോ, ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് യഹൂദി ചിരിച്ചുകൊണ്ട് തന്റെ വീടിനകത്തേക്ക് കിടന്നു പോവുകയാ. ഉച്ചയുടെ സമയമെത്തിയോ, അതാ യഹൂദി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരുമ്പോ തന്റെ മിറ്റത്തിന്റെ ഈന്തപ്പന തോട്ടത്തിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഇബ്നു ഉഖൈൽ എന്ന സഹാബിയെ കാണുന്നില്ല. ഇറങ്ങി നോക്കുമ്പോ അതാ ഒട്ടകാടന്റെ ഈന്തപ്പന തോട്ടത്തിലൂടെ തിരഞ്ഞു നടക്കുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടില്, ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടില് വായിലൂടെ രക്തമൊലിച്ചുകൊണ്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാ. ഇബ്നു ഉഖൈൽ എന്ന സഹാബി ബോധം കെട്ട് കിടക്കുകയാ. ശരീരം മുഴുവനും രക്തം കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. യഹൂദി അല്പം വെള്ളമെടുത്ത് മുഖത്തൊഴിക്കുകയാ. അതാ മുഖത്തേക്ക് അല്പം വെള്ളമെടുത്തൊഴിച്ചു കൊടുക്കുകയാ. ആ സമയത്ത് മഹാനായ ഇബ്നു ഉഖൈൽ തങ്ങളുണ്ടല്ലോ, തനിക്ക് ബോധം വന്നപ്പോ, തന്റെ ബോധം തിരിച്ചു കിട്ടിയപ്പോ യജമാനനായ യഹൂദിയോട് ചോദിക്കുകയാ, എന്റെ കൂലി എനിക്കൊന്ന് തരുമോ, എന്റെ കൂലി എനിക്കൊന്ന് തരുമോ? യഹൂദി ചോദിച്ചു, ഇബ്നു ഉഖൈലേ, പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്ക് ഞാൻ വെറുതെ തരുമായിരുന്നല്ലോ. എന്തിനാണ് ഇതുപോലെ കഷ്ടപ്പെട്ടത്? എന്തിനാണ് ഇതുപോലെ കഷ്ടപ്പെട്ടത്? മഹാനായ ഇബ്നു ഉഖൈൽ തങ്ങൾ പറയുന്ന മനുഷ്യ, എനിക്ക് വേണ്ടത് സ്വർഗമാ, എനിക്ക് വേണ്ടത് സ്വർഗമാ. അല്ലാഹുവിന്റെ റസൂല് പാവപ്പെട്ടവർക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാ. കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ് മനുഷ്യ. അതുകൊണ്ട് എന്റെ കൂലിയൊന്ന് തരുമോ? അതുകൊണ്ട് എന്റെ കൂലിയൊന്ന് തരുമോ? മഹാനായ ഇബ്നു ഉഖൈൽ തങ്ങളുണ്ടല്ലോ, അതാ 4 ദിർഹം കിട്ടുകയാണ്. അന്ന് ഉച്ചമല വെള്ളം കോരിയത് യഹൂദി കൊടുത്തത് 4 ദിർഹമാ. ആ 4 ദിർഹം വാങ്ങിച്ചുകൊണ്ട് ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഇടഞ്ഞിടഞ്ഞ് ഇബ്നു ഉഖൈൽ എന്ന സഹാബി കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് നസീഹത്ത് നടത്തിക്കൊണ്ട് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് മുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഇബ്നു ഉഖൈൽ എന്ന ഒരു സഹാബിയുണ്ടല്ലോ, ഒട്ടുകാലിൽ ഇടഞ്ഞിടഞ്ഞ് കടന്നു വരികയാണ്. രക്തമിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാ, രക്തമിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചാടിയെഴുന്നേൽക്കുകയാണ്. സഹാബത്തിന്റെ മുന്നിൽ നിന്ന് ചാടിയെഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടിച്ചെന്ന് 2 കാലുമില്ലാത്ത ഇബ്നു ഉഖൈലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, ഇബ്നു ഉഖൈലേ, ആരാധിനെ ഉപദ്രവിച്ചത്? ഈ പാവപ്പെട്ട വികലാംഗനായ കാലും കയ്യുമില്ലാത്ത നിന്നാരാ ഉപദ്രവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഇബ്നു ഉഖൈൽ തങ്ങൾ പറയുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, ആരും എന്നെ ഉപദ്രവിച്ചില്ല നബിയേ, ആരും എന്നെ ഉപദ്രവിച്ചില്ല നബിയേ. പിന്നെ എങ്ങനെയാ നിന്റെ വായിലൂടെ രക്തമൊലിക്കുന്നത്? ഇബ്നു ഉഖൈൽ തങ്ങൾ പറയുന്ന, നബിയേ, വെള്ളം കോരുന്നതിന് വേണ്ടി കയറിങ്ങനെ കടിച്ചു പിടിച്ച് എന്റെ ചുണ്ടും വായും മുറിഞ്ഞതാണ് നബിയേ. കയർ
കയറിങ്ങനെ വലിച്ചിട്ട് കടിച്ചു പിടിച്ചിട്ട് തന്റെ ചുണ്ടും വായും മുറിഞ്ഞിട്ട് രക്തമൊലിക്കുന്നതാ. കാലിലൂടെ രക്തമൊലിക്കുന്നത് ഓരോ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് മണ്ണിലൂടെ ഇടഞ്ഞിടഞ്ഞു പോയിട്ട് എന്റെ കാലിലെ മാംസങ്ങൾ ഉരഞ്ഞു പോയി, എന്റെ തൊലി ഉരിഞ്ഞു പോയിട്ട് രക്തം വരുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഇബ്നു ഉകൈല, നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്കല്പം സമ്പത്ത് വേണമായിരുന്നെങ്കിൽ നീ എന്റെ അടുക്കലൊന്ന് ചോദിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഇബ്നു ഉകൈല എന്ന സഹാബി പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന 4 ദിനാർ എടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നെനിക്ക് കിട്ടിയ ശമ്പളവാരവിയെ, ഇന്നെനിക്ക് കിട്ടിയ ശമ്പളവാരവിയെ. എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല നബിയെ, എന്റെ കയ്യിൽ തരാ വേറെ ഒന്നുമില്ല നബിയെ. പാവപ്പെട്ടവർക്ക് തരാൻ ഇബ്നു ഉകൈലിന്റെ കയ്യിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല യാ റസൂലല്ലാഹ്. എനിക്ക് സ്വർഗം തരണേ നബിയെ, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ, എനിക്ക് സ്വർഗം തരണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്നിട്ട് 2 കാലുമില്ലാത്ത ഒരു സഹാബി രക്തരൂപത്തിലൊലിച്ചുകൊണ്ട് പറഞ്ഞു പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അന്ന് നിനക്ക് സമ്പത്ത് തന്നത് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, നിന്നെ പരീക്ഷിക്കാനാ, നിന്നെ പരീക്ഷിക്കാനാ. പാവപ്പെട്ടവരെ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിക്കുമ്പോ വെള്ളിയാഴ്ച ഇവിടത്തെ പള്ളിയുടെ മുന്നിൽ പാവപ്പെട്ടവരെ തോർത്തു വലിച്ചെട്ടിരിക്കുമ്പോ 10 രൂപയുടെ നോട്ടെടുത്തിട്ട് പുച്ഛത്തോടെ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹ് മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാതെ നടക്കല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ശരീരം മുഴുവനും സ്വർണ്ണമിട്ടുകൊണ്ട് നീ ഇഷ്ടമുള്ള രീതിയിൽ ആസ്വദിച്ച് ജീവിക്കുമ്പോ നിന്റെ അയൽവാസിയായ പെങ്ങളുണ്ടല്ലോ, 1 ഗ്രാമിന്റെ സ്വർണം പോലും ഇടാറില്ലാതെ 25ഉം 30ഉം വയസ്സായിട്ട് വീടിനകത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെങ്ങളുടെ പെറ്റുമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് കൈ നീട്ടുമ്പോ ഒന്നുമെല്ലാം നാട്ടി ഓടിക്കുന്ന പെണ്ണ്, ഓളെ സ്വർഗത്തിൽ പോകണോ? പെങ്ങളെ സ്വർഗത്തിൽ പോകണോ? ആയിഷാ ബീവി പോയ സ്വർഗമല്ലേ? ആമിന ബീവി പോയ സ്വർഗമല്ലേ? ഖദീജത്തുൽ കുബ്ര പോയ സ്വർഗമല്ലേ? ആരാ ഖദീജയാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് മഹാനായ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അവിടെന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, ഖദീജ എവിടെ നബിയേ? അങ്ങയുടെ ഭാര്യ ഖദീജ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഭാര്യയെ തിരക്കുന്നതെന്തേ ജിബ്രീൽ? എന്റെ ഭാര്യയെ തിരക്കുന്നതെന്തേ ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂലിനോട്, മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകരോട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഭാര്യ വരുമ്പോ, അങ്ങയുടെ ഭാര്യ ഖദീജ വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെയും എന്റെയും സലാം ഖദീജയോട് പറയണേ യാ റസൂലല്ലാഹ്. ഖദീജാന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് നബിയേ, ഖദീജയ്ക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് നബിയേ. ഏത് ഖദീജ എന്നറിയുമോ? കോടാനുകോടി സ്വത്തുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് കഫൻ തുണി വാങ്ങാൻ പോലും സമ്പത്തില്ലാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ ഖദീജ, മരണത്തിന്റെ വേളയില് മുമ്പ് പ്രസവിച്ച ഫാത്തിമ എന്ന പൊന്നുപോലെ കോടാനുകോടി സ്വത്തിന്റെ ഉടമയായ ഖദീജ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ പൊന്നുപോലെ ഫാത്തിമാനടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, ഉമ്മയോട് നിനക്ക് വെറുപ്പ് തോന്നില്ലേ? ഉമ്മയോട് നിനക്ക് ദേഷ്യം തോന്നില്ലേ? ഓളെ ഫാത്തിമ, നിന്റെ
നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണം ഇട്ട് തരണമെന്ന് ഈമാൻ ആഗ്രഹമുണ്ട് ഫാത്തിമ. നിന്റെ കയ്യിലൊന്ന് വളയിടാ, നിന്റെ കയ്യിലൊരു മോതിരം തരാ, നിന്റെ കഴുത്തിലൊരു സ്വർണ്ണത്തിന്റെ മാലകൾ ഇട്ട് തരാ, നിനക്കൊരു നല്ല കമ്മല് വാങ്ങിത്തരാ. ഈ ഉമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ഫാത്തിമ. പക്ഷേ എന്റെ കയ്യിൽ ഒന്നുമില്ല മോള്. എല്ലാ പാവപ്പെട്ടവർക്ക് കൊടുത്ത മോള്, എല്ലാ യതീമീങ്ങൾക്ക് കൊടുത്ത മോള്. ഉമ്മായിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് ഫാത്തിമ. അതുകൊണ്ട് തരാനൊന്നുമില്ല. അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മണ്ണടിക്കുമ്പോ തന്റെ കഴുത്തിൽ കടന്നവര് മുത്തുമാലകളെത്തിട്ട് തന്റെ പൊന്നുമോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗം വേണോ? കോടികൾ കൊടുത്താൽ കിട്ടില്ല പോലെ. കോടികൾ നാളെ പടച്ചവന്റെ കോടതിയില് നിന്റെ സമ്പത്ത് മുഴുവനും വെച്ചിട്ടുള്ളോ എനിക്ക് സ്വർഗം താഴ എന്ന് ചോദിച്ചാൽ നിനക്ക് കിട്ടാത്ത സ്വർഗം വേണോ? മണിയുള്ളറപ്പ് വാങ്ങുവാനാ വീട്, കൊടിയുണ്ട് വല്ല എപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസുതാമന്നാണ്, അത് നിന്റെ പക്കൽ മാത്രമാണ്. മഹാനായ തലവസ്ഥാത് പറഞ്ഞതുപോലെ കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം വേണോ? കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം വേണോ? ആ സ്വർഗം വിളിക്കുന്ന നാലാമത്തെ വിഭാഗമാരെന്നറിയുമോ? എന്റെ കാരുണ്യത്തിന്റെ മക്കളെ, നിങ്ങളാ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 10 പവന്റെ സ്വർണം കൊടുത്ത് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീയാണ് മോനെ, നീയാണ് മോനെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്ത, പാവപ്പെട്ടവനെ സഹായിച്ച, യതീമികളെ സഹായിച്ച, രോഗികൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ള സമ്പത്ത് കൊടുത്ത മോനെ, ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും കേരരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗത്തിന്റെ പരദീസയിലേക്ക് നാളെ പച്ചപ്പറവയെ പോലെ പറന്നു പോകാം. നിനക്ക് ഭാഗ്യം കിട്ടുമോടെ? നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് നിന്നെ മാടി വിളിക്കും ചെറുപ്പക്കാരാ. ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുണ്ടോ? കാരുണ്യത്തിന്റെ മക്കളുടെ കൂടെ നീളം ചേർന്നോ? പാവങ്ങളെ സഹായിക്കാനാണ് ചേർന്നോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, നാളെ പടച്ചവന്റെ സ്വർഗത്തിലെ 8 വാതിലുകളും മാടി വിളിക്കുന്ന സ്വർഗീയ വനിതയായിട്ട് നിനക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകണോ? പാവപ്പെട്ടവരെ സഹായിച്ചോ? യതീമീങ്ങളെ സഹായിച്ചോ? പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നിന്റെ കയ്യിൽ കിടക്കുന്നവര് സ്വർണ്ണമോതിരം ഊരി കൊടുക്കാൻ മനസ്സുണ്ടോ? ഉസ്താദേ, എനിക്ക് സ്വർഗം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം എനിക്ക് വേണം. എനിക്ക് മരിക്കുന്ന സമയം എന്റെ വീടിനകത്ത് കടന്ന് വെള്ളിയാഴ്ച രാവിലെ കടക്കാരനല്ലാതെ എനിക്ക് സ്വർഗത്തിലെ എന്റെ വീട് കണ്ട് മരിക്കണമെന്ന ആഗ്രഹത്തോട് ഈ പാതിരാത്രിയിൽ ഈ സദസ്സിലിരുന്ന് തീരുമാനിച്ചോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സ്വർഗം വിളിക്കുന്ന 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അത് പാവപ്പെട്ടവന്റെ കണ്ണീര് കാണുന്നവന് സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം